Hello. Welcome to my channel, The Edit. എൻ്റെ പേര് നീരജ. Thank you so much for coming and stopping by my channel. ഇന്ന് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ആൻഡ് ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ദിവാലി സ്പെഷ്യൽ മേക്കപ്പ് ലുക്കാണ്. I really hope you enjoy the video, and if you do, please consider subscribing. Thank you so much. അപ്പം ഞാൻ ആദ്യം ഇതൊരു നോ ഫൗണ്ടേഷൻ ലുക്കാണ്. അപ്പം ഞാൻ ആദ്യം കൺസീലർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ മേബിലിൻ്റെ ഇറേസർ ഡാർക്ക് സർക്കിൾ ട്രീറ്റ്മെൻറ്റ് കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. കുറേ കാലമായിട്ട് ഞാൻ ഇപ്പോൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല. എന്താ കാര്യം ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പക്ഷേ ഞാൻ യൂസ് ചെയ്യാറില്ല ഇപ്പം. പിന്നെ അടുത്തത് ഞാൻ LA സ്പ്ലാഷിൻ്റെ ഒരു സീൽ സ്പ്ലാഷ് പ്രൂഫ് ഐഷാഡോ സീൽ ബേസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിടുമ്പം ഐഷാഡോ കുറച്ച് നേരം കൂടുതൽ നിൽക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഈ സാധനങ്ങളൊക്കെ ഞാൻ അവൈലബിൾ ആണെങ്കിൽ ഞാൻ ആമസോണിൻ്റെ ലിങ്ക് താഴെ ഇടാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. പിന്നെ ഉള്ളത് ഈ ഐഷാഡോ പാലറ്റ് ഞാൻ ഇത് പണ്ട് വാങ്ങിച്ചതാട്ടോ. പണ്ടൊരു ബൈൻ കോയിൻസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ വാങ്ങിച്ചതാണ്. അതിപ്പോൾ ഉണ്ടോയെന്നും കൂടെ എനിക്കറിയില്ല. പക്ഷേ ആ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല കളേഴ്സൊക്കെ ഉണ്ട്, നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്, അത് നിങ്ങൾക്കിപ്പോൾ കാണും. അതിന് ഈ ഒരു ലൈറ്റ് പിങ്ക് ഷൈൻ ഷിമറുള്ള ഒരു പിങ്ക് യൂസ് ചെയ്തിട്ട് അതിനെ ഞാൻ ഇന്നർ കോർണേഴ്സിൽ അപ്ലൈ ചെയ്യുക. ഈ ഐഷാഡോ എനിക്ക് തോന്നുന്നത് ഏതോ ഒരു അമേരിക്കൻ ബ്രാൻഡിൻ്റെ ഡൂപ്പാണെന്ന് തോന്നുന്നു കേട്ടോ. അത് പണ്ട് ഞാൻ വാങ്ങിച്ചതാണ് ഈ ബൈൻ കോയിൻസ് എന്നുള്ള വെബ്സൈറ്റിൽ. ആ വെബ്സൈറ്റ് ഇപ്പോഴും ഉണ്ട്, പക്ഷേ ഈ പ്രോഡക്റ്റൊക്കെ ഇപ്പോഴും അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ഷിമർ കളർ യൂസ് ചെയ്താൽ മതി ഇപ്പോൾ ഇത് റീക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. അത് കഴിഞ്ഞ് അടുത്തത് ഒരു ഇത്തിരി ഗ്ലിറ്ററുള്ള ഒരു യെല്ലോ കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് എന്നിട്ട് മിഡ് റേഞ്ചിൽ മിഡിലിൽ ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ ക്യാമറയിൽ ആക്ച്വലി കളർ കറക്റ്റായിട്ട് കാണുന്നില്ല. മറ്റേ നേരിട്ട് കാണുമ്പോൾ നല്ല കളറാണ്. ഇതും ആ പിങ്കും കൂടെ വരുമ്പോൾ ഭയങ്കര നല്ല ഭംഗിയുള്ള കോമ്പിനേഷനാണ്. പക്ഷേ ഈ ക്യാമറയിൽ അത് ആക്ച്വലി അത്രയ്ക്ക് പിക്കപ്പ് ചെയ്യുന്നില്ല. അടുത്തത് ഞാൻ ഒരു ഡാർക്ക് പിങ്ക് എടുത്തിട്ട് അതിനെ ഞാൻ ഔട്ടർ കോർണേഴ്സിൽ ഇടുക കണ്ണിൻ്റെ. ഞാൻ പറഞ്ഞല്ലോ ഇത് ഫെസ്റ്റിവൽ ലുക്കാണ്. അപ്പം പാർട്ടീസിന് ഇടാനും ഒക്കെ ആയിട്ട് യൂസ്ഫുൾ ആയിരിക്കും. ഇതിപ്പോൾ മേ ബി ഡെയിലി വെയറിന് ഇത്തിരി ഹെവി ആയിരിക്കും, പക്ഷേ പാർട്ടീസിനൊക്കെ പോകുമ്പം ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. അതിനെ ഔട്ടർ കോർണറിൽ ഇങ്ങനെ ഒരു V ഷേപ്പിൽ ആണ് ഇടുന്നത്. ഇത് കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ സെലോ ടേപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഒരു ബ്ലെൻഡിങ് ബ്രഷ് എടുത്തിട്ട് ഇതെല്ലാം കൂടെ ഞാൻ ബ്ലെൻഡ് ചെയ്യുക. അപ്പം ഷാർപ്പായിട്ടുള്ള എഡ്ജസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് കൈ കൊണ്ട് ഞാൻ എക്സസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുടച്ച് കളയുക. അടുത്തത് ഞാൻ ലാക്മേയുടെ ലിക്വിഡ് ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പല ടൈപ്പ് ഐലൈനർ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, പെൻസിലിൻ്റെയും ജെല്ലിൻ്റെ ഒക്കെ. എനിക്കെന്തോ ലാക്മേയുടെ ഈ വാട്ടർ ലിക്വിഡ് ലൈനർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കുറേ നേരം നിൽക്കും, സ്മജ് പ്രൂഫാണ്. പിന്നെ അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് പാർട്ടി വെയർ പോലെ അല്ലെങ്കിൽ കുറച്ചും കൂടെ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മേലെ ഒരു പെൻസിൽ ലൈനറോ ഐഷാഡോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് അതിനെ കുറച്ച് സ്മോക്ക്ഡ് ഔട്ട് ആക്കി എടുക്കാൻ പറ്റും. പക്ഷേ എനിക്ക് ലിക്വിഡ് ലൈനർ ഭയങ്കര ഇഷ്ടമാണ്. അത് കൺട്രോൾ ചെയ്യാൻ കുറേ കൂടെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് കണ്ണ് എഴുതുമ്പം എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് അത് യൂസ് ചെയ്യുമ്പോഴാണ്. ഞാൻ ചെറിയൊരു വിങ് വരച്ചിട്ടാണ് ഇത് ചെയ്യണത്. ലിക്വിഡ് ലൈനറിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടതുപോലത്തെ നിങ്ങൾക്ക് തിക്നെസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. അത് വൃത്തിക്ക് വരയ്ക്കാൻ എളുപ്പമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും കുറേ കാലമായിട്ട് ഞാൻ ഈ ലിക്വിഡ് ലൈനറാണ് യൂസ് ചെയ്യുന്നത്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് യൂസ് ചെയ്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മേബിലിൻ്റെ ജെൽ ലൈനറും അതും ഇതുമൊക്കെ കുറേ യൂസ് ചെയ്ത് നോക്കി.
അടുത്തത് ലോറിയലിൻ്റെ ഒരു ഐ മസ്കാരയാണ് ഞാൻ യൂസ് ചെയ്യണത്. ഇതൊരു 1-2 വർഷമായിട്ടോ ഞാൻ യൂസ് ചെയ്യുന്നു ഈ മസ്കാര. ഇതിൽ ഈ സൈഡിൽ 2 സൈഡുണ്ട്. അതിൻ്റെ ഒരു സൈഡിൽ പ്രൈമറാണുള്ളത്. ആ പ്രൈമർ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര വ്യത്യാസം വരുമെന്ന്. എനിക്ക് ഈ ഫാൾസ് ലാഷസ് ഇടുന്ന ഇഷ്ടമേ അല്ല. ഭയങ്കര ഹെവി ആയിട്ട് തോന്നും എനിക്ക് കണ്ണിൽ ഫാൾസ് ലാഷസ് ഇടുമ്പം. അപ്പം അതിനെക്കാട്ടിലും ഇതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇത് വാട്ടർ പ്രൂഫാണ്. പിന്നെ ഈ പ്രൈമർ ഇടുമ്പോൾ തന്നെ നിങ്ങളുടെ ഐലാഷസൊക്കെ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഐലാഷസ് കേളും കൂടെ ചെയ്യണം, പക്ഷെ ഞാനത് ചെയ്തില്ല. എൻ്റെ ക്യാമറ ഓഫായിപ്പോയി. പക്ഷെ ഞാൻ മൊത്തം മസ്കാരയോ എല്ലാം ഇട്ടു. അത് കഴിഞ്ഞ് അടുത്തത് ഞാൻ ബ്ലഷാണ് ഇടുന്നത്. ഒരു ഫാൻ ബ്രഷ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഹൈലൈറ്ററും ഈ മേക്കപ്പ് റെവല്യൂഷൻ്റെ പാലറ്റാണ് കേട്ടോ ഇത് ചില ദിവസങ്ങൾ എനിക്ക് എവറി ഡേ മേക്കപ്പിന് ഈ ഒരൊറ്റ പാലറ്റ് മതി. എൻ്റെ ഐ ഷാഡോ ആയിട്ടും എൻ്റെ ബ്ലഷായിട്ടും ഒക്കെ ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഹൈലൈറ്ററിൻ്റെ ഇതെടുത്തിട്ട് ഞാൻ പുരികത്തിൻ്റെ അടിയിലും മൂക്കിൻ്റെ പാലത്തിലും ഒക്കെ ഇടും. അടുത്തത് ലാക്മേയുടെ 9 to 5ൻ്റെ എനിക്ക് ഷെയ്ഡ് കറക്റ്റായിട്ട് ഓർമ്മയില്ല, പക്ഷെ ഞാൻ അതൊക്കെ ലിങ്ക് ചെയ്യാം കേട്ടോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ആ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന മേക്കപ്പാണ്, വലിയ കാര്യമായിട്ടൊന്നുമില്ല. കണ്ണിത്തിരി നമ്മൾ കൂടുതൽ കളർഫുൾ കളേഴ്സൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും തന്നെ അത് ഭയങ്കര പാർട്ടി ലുക്കായിട്ട് ഭയങ്കര ഗ്രാൻഡായിട്ടുണ്ടാവും. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് അതിലൊരു പൊട്ടും കൂടെ കുത്തി കഴിയുമ്പോഴത്തേക്കും ലുക്ക് പെർഫെക്റ്റ് ആവും.